വെൽക്കം ഓൾ. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ദി മാർക്കറ്റ് ഇൻടു ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് വിത്ത് ദിയർ കോമൺ നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. അപ്പോൾ അത് ഇൻകത്തെ ബേസ് ചെയ്തിട്ടോ ഏജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇങ്ങനെ പല മാനദണ്ഡങ്ങളെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ഒരു മാർക്കറ്റിനെ വിഭജിക്കുന്ന പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിലിപ്പ് കോട്ലർ ഒരു ഡെഫിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, സോ നമ്മൾ എന്തെല്ലാമാണ് ഒരു മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയാസ്, എഫക്റ്റീവ് സെഗ്മെൻറ്റേഷനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ കാര്യം മെഷറബിലിറ്റിയാണ്. എന്താ മെഷറബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വാങ്ങുന്നവരുടെ സവിശേഷതകൾ അളക്കാൻ സാധിക്കണമെന്നാണ്. സെഗ്മെൻറ്റേഷൻ ഷുഡ് ബി മെഷറബിൾ അക്കോർഡിംഗ് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയേഴ്സ് എന്നാണ്. അതാണ് മെഷറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സബ്സ്റ്റാൻഷ്യബിലിറ്റി ഉണ്ട്. ഇവിടെ വലുപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ വിഭജിക്കപ്പെട്ട ഭാഗം ആ മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള വലിപ്പം വേണം, അതർവൈസ് മാർക്കറ്റിംഗ് മിക്സിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. സോ സെഗ്മെൻറ്റ് മസ്റ്റ് ബി ലാർജ് എനഫ് ടു ജനറേറ്റ് സെയിൽസ് ആൻഡ് സബ്സ്റ്റാൻഷ്യൽ പ്രോഫിറ്റ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആക്സസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റണമെന്നാണ്. ദി സെഗ്മെൻറ്റ് ഷുഡ് ബി വിത്ത് ദി റീച്ച് ഓഫ് ദി കമ്പനി. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ദെൻ പ്രോഫിറ്റബിലിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രധാനമായിട്ടും റിലേറ്റഡ് ടു ഡിമാൻഡ് ഓഫ് പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചരക്കുകൾക്ക് മതിയായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടായിരിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രോഫിറ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്ന് നാച്ചുറൽ ഡിമാൻഡ്, പിന്നെ റെസ്പോൺസീവ്നെസ്, ഇതൊക്കെയാണ്. റെസ്പോൺസീവ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിഭജിക്കപ്പെട്ട ഒരു ഭാഗമുണ്ടല്ലോ, ദി സെഗ്മെൻറ്റ്, ദാറ്റ് ഷുഡ് ഗീവ് പോസിറ്റീവ് റെസ്പോൺസ് എന്നർത്ഥം. നമ്മളെടുക്കുന്ന മാർക്കറ്റിംഗ് എഫേർട്ടിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് തരുന്ന ഒരു വിഭജനമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു മാർക്കറ്റിനെ നമ്മൾ വിഭജിക്കുമ്പോൾ പരിഗണിക്കേണ്ട പ്രധാനമായിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. പെട്ടെന്ന് പോകാം, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഫേമിനെ സംബന്ധിച്ച് സെയിൽസ് വോളിയം കൂടുന്നു, കോമ്പറ്റീറ്റേഴ്സ് അത് കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നു, പിന്നെ എനേബിൾ ടു ടേക്ക് ഡിസിഷൻ, ഹെൽപ്സ് ടു പ്രിപ്പയർ എഫക്റ്റീവ് മാർക്കറ്റിംഗ് പ്ലാന്, അണ്ടർസ്റ്റാൻഡ് ദി നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, അതുപോലെ തന്നെ മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ്, അതുപോലെ എക്സ്പാൻഡ് മാർക്കറ്റ്, ക്രിയേറ്റ്സ് ഇന്നോവേഷൻ, അച്ചീവ് മാർക്കറ്റിംഗ് ഗോൾസ്. ഇതൊക്കെ ഫേമിനെ സംബന്ധിച്ചുള്ള ഗുണങ്ങളാണെങ്കിൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അത് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. പിന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്, അതിന് അങ്ങനെ അവർക്ക് എന്താണ് ലഭ്യമാവുന്നുണ്ട്. പിന്നെ അതർ ബെനിഫിറ്റ്സ് ഡിസ്കൗണ്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ലഭിക്കാൻ ഇത് സഹായമാവും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാറ്റേൺ ഓഫ് സെഗ്മെൻറ്റേഷൻ. നമ്മൾ വിഭജന രീതികളാണ്. ഏത് ഭാഗത്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഉൽപ്പാദകൻ ഏത് ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജീസ്. മാർക്കറ്റ് കവറേജ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. ഒന്നാമത്തെ ഒരു ഇനം അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാൽ വേർതിരിക്കാതെയുള്ള വിഭജനമാണ്. അതായത് ഓൾ കസ്റ്റമേഴ്സ് ആർ സെയിം നീഡ് എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഉൽപ്പന്നം മതി എന്നൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെപ്സിയൊക്കെ അതാണ്. അപ്പോൾ വൺ മാർക്കറ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ ഓൾ മാർക്കറ്റ്. ഓക്കെ, ദെൻ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ട്. ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റാണ്. വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ്, ഓക്കെ, വ്യത്യസ്ത സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട് നൽകുക. ഓക്കെ, സാധാരണഗതിയിൽ കൺസ്യൂമർ പ്രൊഡക്റ്റൊക്കെയാണ് ഇത്തരത്തിൽ ചെയ്യാറ്. ദെൻ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ട്. ഈ കേന്ദ്രീകൃത വിപണനം എന്നൊക്കെ പറയാം. ഒരു ഭാഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ആളുകൾ അവർ എന്താണ് ഡിഗ്രിയുടെ കൊമേഴ്സിൻ്റെ ബുക്ക് മാത്രം പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എക്സൽ പബ്ലിക്കേഷൻസ് എന്താണ് കൊമേഴ്സ് ബുക്സ് മാത്രമാണ്, ദേ പബ്ലിഷ് ഓൺലി കൊമേഴ്സ് ബുക്സ്. അതാണെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് ഉണ്ട്.
കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് സാധാരണഗതിയിൽ സിവിൽ എഞ്ചിനീയേഴ്സിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ മേഖലയിലൊക്കെ വരുന്നത്. അപ്പോൾ ഒരു 10 ആളുകൾക്ക് എന്താണ് നമ്മൾ പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ, വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ 10 പ്ലാൻ ഉണ്ടാക്കണം. അല്ല എല്ലാവർക്കും കൂടി ഒരൊറ്റ പ്ലാൻ പറ്റില്ലല്ലോ. സോ അപ്പോൾ എന്താണ്, കസ്റ്റമൈസ്ഡ് ആണ്. ഓരോ വ്യക്തിയുടെയും പ്രത്യേക ആവശ്യങ്ങൾ പ്രകാരം നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് ബേസസ് ഓഫ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ഒരു ചാർട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കുക, എന്നാൽ പെട്ടെന്ന് നമുക്ക് എന്തെല്ലാം ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാ 5 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെഗ്മെൻറ്റ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ജനസംഖ്യയായിട്ട് ബന്ധപ്പെട്ട്. ദെൻ ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ഭൂമിശാസ്ത്രപരമായിട്ട്. ദെൻ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ, സ്വഭാവത്തിനനുസരിച്ച്. ദെൻ സൈക്കോഗ്രാഫിക് ഉണ്ട്, മനഃശാസ്ത്രപരമായിട്ട്. പിന്നെ ഹൈബ്രിഡ് ഉണ്ട്, കുറേ മിശ്രിതങ്ങളാണിത്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക്കിൽ തന്നെ നമുക്ക് പല രീതിയിൽ ഏജ്, സെക്സ്, ഫാമിലി ലൈഫ് സൈക്കിൾ, അതുപോലെ തന്നെ റിലീജിയൻ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പർച്ചേസിങ് പവർ, ഒക്കുപ്പേഷൻ, അർബനൈസേഷൻ, ഇപ്പോൾ അർബൻ റൂറൽ എന്നൊക്കെ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ജിയോഗ്രാഫിക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഏരിയൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൺട്രി ആയിട്ട്, സ്റ്റേറ്റ് ആയിട്ട്, ഡിസ്ട്രിക്റ്റൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മാറ്റാം. ക്ലൈമറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ട്, കോൾഡ്, അതുപോലെ ഹ്യൂമിഡ്, റെയിനി സീസൺ, ഈ രീതിയിലൊക്കെ നമുക്ക് മാറ്റാം. ദെൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇങ്ങനെ വിഭജിക്കാം. ദെൻ ബിഹേവിയറിലേക്ക് വരുമ്പോൾ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റ്, ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ, ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ, ദെൻ വോളിയം സെഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഫാക്ടർ സെഗ്മെൻറ്റേഷൻ, ലോയൽറ്റി, ഇതൊക്കെ ഇതിൻ്റെ ഭാഗത്ത് വരുന്ന. ദെൻ സൈക്കോളജിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് സോഷ്യൽ ക്ലാസ്, പേഴ്സണാലിറ്റി, ലൈഫ് സൈക്കിളൊക്കെ അതിൽ വരും. ദെൻ ഹൈബ്രിഡ് എന്ന് പറയുന്നത് വാൽസ്, വാല്യൂ ആൻഡ് ലൈഫ് സൈക്കിളാണ്. പിന്നെ അതുപോലെ സൈക്കോ ഡെമോഗ്രാഫിക്, ജിയോ ഡെമോഗ്രാഫിക്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ടോട്ടാലിറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഡീറ്റെയിലേക്കൊന്ന് പോരാം. അപ്പോൾ ബേസ് ഓഫ് സെഗ്മെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. അവിടെ പ്രധാനമായിട്ട് ഡെമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പീപ്പിൾ എന്നാണ്. ഗ്രാഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർ എന്നാണ്. അപ്പോൾ ടു സ്റ്റഡി ഒക്കെ പറയാം. ഓക്കെ, സോ ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് പീപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ പോപ്പുലേഷനെ കുറിച്ചുള്ള പഠനം എന്ന് പറയാം. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏജ് ആവാം. അപ്പോൾ ഏജ് നമ്മൾ പറഞ്ഞു പല രീതിയിൽ പല പ്രായക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിൽഡ്രൻ, ടീനേജേഴ്സ്, അഡൽട്ട്സ് ഒക്കെ. ദെൻ സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ മെയിൽ, ഫീമെയിൽ, ഇപ്പോൾ ഒരു വിഭാഗം കൂടി ഉണ്ട് നമുക്കറിയാം, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന വിഭാഗം. ദെൻ ഫാമിലി ലൈഫ് സൈക്കിൾ നമുക്ക് ഇതാണ് പല തട്ടുകളായിട്ട്. ചൈൽഡ്ഹുഡ് ഉണ്ടാവാം, അൺമാരീഡ് ഉണ്ടാവും, യങ് മാരീഡ് കപ്പിൾ ഉണ്ടാവും. അവരാണ് ഹണിമൂണേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് വിഭജനങ്ങൾ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ റിലീജിയൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ റിലീജിയൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിഖുകാർ, അവർക്കൊരു പ്രത്യേക വസ്ത്രധാരണ ഉണ്ട്. ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നു. ഇതൊക്കെ ഒരു റിലീജിയസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊക്കെ സെഗ്മെൻറ്റേഷൻ്റെ പരിധിയിൽ വരുമെന്നാണ്. പിന്നെ ഇൻകം, ഇപ്പോൾ ഓട്ടോമൊബൈൽസ്, ക്ലോത്തിങ് ഇതുപോലുള്ള ഒരു മേഖലയിലാണ് ഇൻകം ലെവൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുക. അപ്പോൾ BMW കാറ് വാങ്ങിക്കുന്ന ഒരു വ്യക്തി എന്തായാലും ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ള ആളായിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിൽ സെഗ്മെൻറ്റേഷൻ. പിന്നെ ഒക്കുപ്പേഷൻ, ഡോക്ടേഴ്സ്, അവർക്ക് സർജിക്കൽ എക്യുപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആ ഡോക്ടേഴ്സിനായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇതാണ് ഒക്കുപ്പേഷൻ സെഗ്മെൻറ്റേഷൻ. പിന്നെ ഫാമിലി സൈസ്, ഫാമിലീൻ്റെ സൈസ് ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി, ഇപ്പോൾ കൂട്ടുകുടുംബം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഷാമ്പൂ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ പാക്കറ്റും വലിയ പാക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ഫാമിലി സൈസ് ആയിട്ട് ബന്ധപ്പെട്ട സെഗ്മെൻറ്റേഷൻ. ദെൻ എഡ്യൂക്കേഷൻ, ബുക്സ് മേ ബി ഡിവൈഡഡ് ആസ് ഹൈസ്കൂൾ, +2, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സെട്ര. ഇങ്ങനെ എഡ്യൂക്കേഷൻ്റെ രീതി. ഓക്കെ, ദെൻ ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിലേക്ക് വരുമ്പോൾ, ജിയോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഏരിയൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമുക്ക് കൺട്രി, സ്റ്റേറ്റ്, റീജിയൻ, ഡിസ്ട്രിക്ട്, പിന്നെ അർബൻ, റൂറൽ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നമുക്ക് തരംതിരിക്കാം. ക്ലൈമറ്റിനെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു ഹോട്ട് സീസൺ ഉണ്ടാകും, കോൾഡ് സീസൺ അല്ലേ, റെയിനി സീസൺ, ഇങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ
ഇത്തരത്തിലുള്ള ക്ലൈമറ്റൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അത് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിന് അനുസൃതമായിട്ട് നമുക്ക് സെഗ്മെൻറ്റേഷൻ നടത്താം. ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു പ്രധാന ഘടകമാണ് ഡെൻസിറ്റി. ഓക്കെ, ഇൻ ദോസ് ഏരിയ വേർ സൈസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് ഹൈ ദർ വിൽ ബി ഗുഡ് ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് എന്നാണ്. അപ്പോൾ പോപ്പുലേഷൻ കൂടുതലുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവാം, ഡിമാൻഡും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എന്താണ് അപ്പോൾ സെഗ്മെൻറ്റേഷൻ നടത്താൻ പറ്റും. ദെൻ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺ ദി ബേസ് ഓഫ് ദെയർ നോളജ് ഓഫ് പ്രൊഡക്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനിൽ വിഭജിക്കുന്നത്. ദി വേ പീപ്പിൾ ബിഹേവ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പർച്ചേസ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് എന്തോസിയാസ്റ്റിക്, പോസിറ്റീവ്, നെഗറ്റീവ്, എക്സെട്ര, ഈ രീതിയിലൊക്കെ വരാം. ഇപ്പോൾ ഫാഷനബിൾ ആൻഡ് ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ് ആർ യൂസ്ഡ് ബൈ എന്തോസിയാസ്റ്റിക് കൺസ്യൂമേഴ്സ്. ലിക്കർ, സിഗരറ്റ്, എക്സെട്ര ആർ യൂസ്ഡ് ബൈ നെഗറ്റീവ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ എന്താണ് ഒരു ആറ്റിറ്റ്യൂഡ് ബേസിലുള്ളൊരു നമുക്കെന്താണ് ഇതിൻ്റെ കാറ്റഗറി. ദെൻ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റേഷൻ. പ്രൊഡക്റ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ, ഇപ്പോൾ പ്രസ്റ്റീജിയസ് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കാം, ഓട്ടോമൊബൈൽ, ക്ലോത്തിങ്, ഹോം ഫർണിഷിംഗ്, അതാണ്. പിന്നെ മെച്യൂരിറ്റി പ്രൊഡക്റ്റ്, ഇപ്പോൾ സിഗരറ്റ്, ബ്ലേഡിനൊക്കെ നമ്മൾ മെച്യൂരിറ്റി പ്രൊഡക്റ്റായിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ സ്റ്റാറ്റസ് പ്രൊഡക്റ്റ്, ഇപ്പോൾ മോസ്റ്റ് ലക്സറീസ് ആയിട്ടുള്ള വെഹിക്കിളോ അല്ലെങ്കിൽ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ. പിന്നെ ആങ്സൈറ്റി പ്രൊഡക്റ്റ്, മെഡിസിൻ, സോപ്പ് എന്നുള്ളതൊക്കെ അതിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് വരുത്താൻ പറ്റും. പിന്നെ അത് ഫങ്ഷണൽ പ്രൊഡക്ട്സ്, ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, വെജിറ്റബിൾ ഐറ്റംസൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഉപഭോക്താക്കളുടെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ എന്താണ് ഉൽപ്പന്നങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകതകൾ അനുസരിച്ചുള്ള വിഭജനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രസ്റ്റീജിയസ് ഗുഡ്സ് ആണോ, മെച്യൂരിറ്റി പ്രൊഡക്റ്റ് ആണോ, സ്റ്റാറ്റസ് പ്രൊഡക്റ്റ് ആണോ, ഫങ്ഷണൽ പ്രൊഡക്റ്റ് ആണോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണ്. ഓക്കെ, ദെൻ ഇതിൽ തന്നെ പെട്ടിട്ടുള്ള ബിഹേവിയറിൽ പെട്ടിട്ടുള്ള മറ്റൊന്നാണ് ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ. ഈ ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ പറയുന്നത് ഓരോ അവസരത്തിനകത്ത് ചിലപ്പോൾ മാറ്റങ്ങൾ വരാമെന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുന്നത്, ഇപ്പോൾ ലേഡീസ് റെഗുലർ യൂസിന് വേണ്ടിയിട്ട് കോട്ടനോ പോളിസോ സാരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ ചിലപ്പോൾ സിൽക്ക് സാരി അവരെന്ത് ചെയ്യുന്നു, പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ. ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേയിൽ എന്താണ് കോളേജ് സ്റ്റുഡൻസ് മേ ബൈ ഫ്ലവേഴ്സ് ഫോർ ഹിസ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഒക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി എന്താണ് ഒരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തി, അയാളെന്താണ് ഒരു ബിസിനസ് ട്രാവലിംഗ് നടക്കുന്നത്, തനിച്ചാകുമ്പോൾ എന്താണ് ബിസിനസ് ക്ലാസ് ഹോട്ടലിലായിരിക്കും. ഫാമിലി ആണെങ്കിൽ എന്നാൽ ഒരു ടൂറിസ്റ്റ് റിസോർട്ട് ആണ് അദ്ദേഹം ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ ഉണ്ട്. ഈ ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെന്താണ് വിഭജിക്കുകയാണ്, ഉപഭോക്താക്കളെ വിഭജിക്കുകയാണ്. അതാണ് ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ കൺസ്യൂമേഴ്സ് എപ്പോഴും എന്താണ് ദേ വിൽ എക്സ്പെക്ട് ബെനിഫിറ്റ് ഫ്രം പ്രൊഡക്റ്റിൽ നിന്ന് ബെനിഫിറ്റ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അത് ജനറിക് ഓർ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ഓർ ഇവോൾവ്ഡ് എന്ന രീതിയിലൊക്കെ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒരു കാർ മാർക്കറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാറ്റസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം മെർസിഡീസ് ബെൻസ്, BMW ഇതൊക്കെ ആയിരിക്കാം. ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ആണെങ്കിൽ നമ്മളെന്താണ് ഇൻഡിക്ക, ഹോണ്ട സിറ്റി. അതല്ല ഫ്യൂവൽ എഫിഷ്യൻസി ആണെങ്കിൽ ഇപ്പോൾ മാരുതി 800, മാരുതി ആൾട്ടോ, അല്ലേ? അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചൂസ് ചെയ്യാം. ചിലപ്പോൾ ആളുകൾ എന്താണ് സർവീസ് മാത്രം നോക്കി എടുക്കുന്നുണ്ടാവും. ഡു നോട്ട് കൺസിഡർ ക്വാളിറ്റി ഓർ പ്രൈസ് ഒന്നും നോക്കാതെ സർവീസിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. സോ ഇതാണ് ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ വോളിയം സെഗ്മെൻറ്റേഷൻ. എന്താ വോളിയം സെഗ്മെൻറ്റേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് ബയേഴ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 3 കാറ്റഗറീസ് എന്നാണ്. ബൾക്ക് ബയേഴ്സ് ഉണ്ടാവാം, മോഡറേറ്റ് ബയേഴ്സ് ഉണ്ടാവാം, സ്മാൾ ബയേഴ്സ് ഉണ്ടാവാം. ഇതാണ് വോളിയം സെഗ്മെൻറ്റേഷനിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ലോയൽറ്റി സെഗ്മെൻറ്റേഷൻ. ഈ ചില പ്രൊഡക്റ്റിനോട് നമ്മൾ വിധേയത്വം കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ലോയൽറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. കൺസ്യൂമേഴ്സ് ഹാവ് വാരിയിങ് ഡിഗ്രി ഓഫ് ലോയൽറ്റി ടു സ്പെസിഫിക് ബ്രാൻഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിലൊരു 4-5 എന്താണ് ലോയൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് കോർ ലോയൽ, സോഫ്റ്റ് കോർ, ഷിഫ്റ്റിങ്, സ്വിച്ചേഴ്സ്, കൺസ്യൂമർ ഇന്നോവേറ്റേഴ്സ്. ഇതെന്താ വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഹാർഡ് കോർ ലോയൽസ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ
യൂസിങ് കോൾഗേറ്റ് ഫോർ ഇയേഴ്സ്, വർഷങ്ങളായിട്ട് നിങ്ങൾ കോൾഗേറ്റ് തന്നെ ഉപയോഗിക്കാനായിരിക്കുക. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ ഹാർഡ് കോർ ലോയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സർട്ടൻ പ്രോഡക്ട്സ് ആർ യൂസ്ഡ് ഫോർ ഇയേഴ്സ് എന്നർത്ഥം. ഇനി അതല്ല, നിങ്ങളെന്താണ് ഒരു 2-3 ബ്രാൻഡ് ഉപയോഗിക്കുകയാണ്, അതാണെങ്കിൽ സോഫ്റ്റ് കോർ ലോയൽസ് എന്ന് പറയാം. ഇനി ചിലപ്പോൾ നിങ്ങളെന്താണ് കോൾഗേറ്റ് ഉപയോഗിക്കും, പിന്നീട് എന്താണ് നിങ്ങൾ ക്ലോസപ്പിലേക്ക് മാറുന്നു, പിന്നീട് പെപ്സോഡൻറ്റിലേക്ക് മാറുന്നു. ഇതാണ് ഷിഫ്റ്റിംഗ് ലോയൽസ് എന്ന് പറഞ്ഞാൽ. മാർക്കറ്റിൽ ഏത് ബ്രാൻഡും നിങ്ങൾ വാങ്ങാൻ റെഡിയാണ്, ബൈ എനി ബ്രാൻഡ്. അതാണ് സ്വിച്ചേഴ്സ് എന്ന് പറയുന്ന വിഭാഗം. ഇനി അതല്ല, ഒരു പുതിയ ബ്രാൻഡ് മാർക്കറ്റിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതൊന്ന് വാങ്ങി പരീക്ഷിക്കണം തോന്നും. അതാണ് കൺസ്യൂമർ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇഫ് എനി ന്യൂ പ്രൊഡക്റ്റ് എൻ്റർ ഇൻ ടു ദി മാർക്കറ്റ് ദാറ്റ് വിൽ ബൈ. ഓക്കെ, അതാണ് കൺസ്യൂമർ ഇന്നോവേറ്റേഴ്സ്. ഓക്കെ, ഇതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, ലോയൽറ്റി സെഗ്മെൻറ്റേഷനിൽ വരുന്നുണ്ട്. ദെൻ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. സൈക്കോഗ്രാഫിക് എന്ന മനഃശാസ്ത്രപരമായിട്ടുള്ളതാണ് അല്ലേ. ഇത് ഡെമോഗ്രാഫിക്കുണ്ട് സൈക്കോഗ്രാഫിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യഥാർത്ഥത്തിൽ ഡെമോഗ്രാഫിക്കിൽ സ്റ്റഡി ഓഫ് ദി പീപ്പിൾ ഔട്ട്സൈഡാണ്, ഇപ്പോൾ ജനസംഖ്യയെക്കുറിച്ചാണ്. എന്നാൽ ഈ സൈക്കോഗ്രാഫിക്കിലെ അനാലിസിസ് ഓഫ് പീപ്പിൾ ഫ്രം ദി ഇൻസൈഡാണ്. അതാണിത് തമ്മിലുള്ള ഒരു വ്യത്യാസം, ഡെമോഗ്രാഫിക്കും അതുപോലെ തന്നെ എന്താണ് സൈക്കോഗ്രാഫിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എന്താണ് ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ലൈഫ് സൈക്കിൾ എന്നൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ പറയാം, വേ ഓഫ് ലിവിങ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ വേ ഓഫ് ലിവിങ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലാണ്, വ്യത്യസ്തമായിട്ട് ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്താണ് ദേ എക്സ്പ്രസ് ഇറ്റ് ത്രൂ ദി പ്രൊഡക്റ്റ് ദേ യൂസ്. അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നോക്കിയാൽ അറിയും നിങ്ങൾ ഏത് ലൈഫ് സ്റ്റൈൽപ്പെട്ട ആളാണെന്നുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ വേ ഓഫ് ലീവ്സ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ, ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ്, ഒപ്പീനിയൻ, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളാണ്. ദെൻ പേഴ്സണാലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പേഴ്സണാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സൺസ് ട്രേറ്റ്സ് ആണ്. ട്രേറ്റ്സ്, TRAITS എന്നാണ് ട്രേറ്റ്സ്. ഈ ട്രേറ്റ്സ് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ നമ്മളൊരു സവിശേഷമായ ഗുണമാണ്, വ്യക്തിത്വ ഗുണം എന്നൊക്കെ പറയാം. നമ്മളിലേക്ക് എല്ലാവർക്കും ഒരു മാർക്ക് ഉണ്ടായിരിക്കും, ഒരു ഫീച്ചർ, ഒരു ക്യാരക്ടർ അല്ലേ. അതാണ് പേഴ്സൺ ട്രേറ്റ്സ്, ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റ്സ് എക്സെട്ര. ഇതൊക്കെയാണ് പേഴ്സണാലിറ്റിയിൽ വരുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ്. ഒരു പ്രൊഡക്റ്റ്, നിങ്ങൾ ക്ലോത്തിങ്, ഫർണിച്ചർ, ഓട്ടോമൊബൈൽ പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്തൊക്കെ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിളിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെയ്മണ്ട്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരസ്യവാചകം തന്നെ റെയ്മണ്ട്സ് ദി കംപ്ലീറ്റ് മാൻ ആണ്. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. ദെൻ സോഷ്യൽ ക്ലാസ്സിൽ പ്രധാനമായിട്ടും 3 തരത്തിൽ, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നാണ്. അപ്പർ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെന്താണ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഐറ്റംസാണ് സാധാരണഗതിയിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക അല്ലേ. AC, ലക്ഷറി കാർ എക്സെട്ര. അപ്പോൾ പ്രിഫർ കോസ്റ്റ്ലി ആൻഡ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും. എന്നാൽ ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവർ സാധാരണ രീതി ഇപ്പോൾ ഫർണിച്ചർ, TV, സ്കൂട്ടർ, ഇതൊക്കെ ഒരു ആവറേജ് സൈസിന്. ദെൻ ലോവർ ക്ലാസ് എന്നുള്ള നിലയ്ക്ക് പോകുമ്പോൾ അവർ നെസസിറ്റി പ്രൊഡക്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സോപ്പ്, റൈസ്, ടീ, ഇതൊക്കെ അത്യാവശ്യമായുള്ള പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ അവരെപ്പോഴും ഓൾവേസ് പ്രിഫർ ലെസ് കോസ്റ്റ്ലി ആൻഡ് ലോവർ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അധികം. സാധാരണ വിഭാഗങ്ങൾ എത്രമാത്രം പൈസ ലാഭിക്കാൻ പറ്റുമോ അത്രമാത്രം അവർ നോക്കും. സോ ഇതൊക്കെയാണ് ഇവരുടെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്കറിയുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ഓർമ്മയിൽ പിടിച്ചുന്നുള്ളത്. ദെൻ ഹൈബ്രിഡ് ഒന്നുമുണ്ട്. അപ്പോൾ ഹൈബ്രിഡിൽ നമ്മൾ പറഞ്ഞു വാൽസ്, വാല്യൂ ആൻഡ് ലൈഫ് സൈക്കിൾ. ഈ വാല്യൂ ആൻഡ് ലൈഫ് സൈക്കിൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കോഗ്രാഫിക് അപ്രോച്ചാണ്, മനഃശാസ്ത്രപരമായിട്ടുള്ള സംഭവമാണ്. അത് ഡെവലപ്പ് ചെയ്തത് സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോഗ്രാഫിക് അപ്രോച്ചാണ് ഇതാണ് വാൾസ്, വാല്യൂം അതുപോലെ തന്നെ ലൈഫ് സൈക്കിളും കൂടി ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൈക്കോഗ്രാഫിക് ആൻഡ് ഡെമോഗ്രാഫിക്, ഡെമോ, ഇതിൽ സൈക്കോഗ്രാഫിക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ സൈക്കോഗ്രാഫിയിൽ പഠിച്ച ലൈഫ് സ്റ്റൈല്, പേഴ്സണാലിറ്റി, വാല്യൂസൊക്കെ. അതുപോലെ ഡെമോഗ്രാഫിക്കിലുള്ള ഏജ്, സെക്സ്, ഒക്കുപ്പേഷൻ ഇതൊക്കെ. അപ്പോൾ ഇതിൽ കോമ്പിനേഷൻ ഓഫ് സൈക്കോഗ്രാഫിക് ആൻഡ് ഡെമോഗ്രാഫിക് ആണ് ഇത് ഈ ഒരു സംഭവം. ദെൻ ജിയോ ഡെമോഗ്രാഫിക് ഉണ്ട്. ഇതിൽ കോമ്പിനേഷൻ ഏതൊക്കെയാണ്? ജിയോഗ്രാഫിക്കും ഡെമോഗ്രാഫിക്കും.
ഓക്കെ, അപ്പോൾ ജിയോഗ്രാഫിക്കൽ ഏരിയ, ക്ലൈമറ്റ്, ഡെൻസിറ്റി ഒക്കെ വരും. അതുപോലെ ഡെമോഗ്രാഫിക്കൽ ഏജ്, സെക്സ്, ഓക്കുപ്പേഷൻ, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇതാണ് ഒരു ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക്ക് ടാർഗറ്റ് മാർക്കറ്റിംഗ്. ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കറിയാം, നമ്മുടെ റിസോഴ്സസ് ഒക്കെ വളരെ പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒരു ഫേമിന് ലോകത്തുള്ള ടോട്ടൽ വിപണിയിലും പ്രവേശിക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. സോ അതുകൊണ്ട് എന്താണ്, കമ്പനി 1-2 വിപണികളെ മാത്രം കേന്ദ്രീകരിക്കുക, ലക്ഷ്യം വയ്ക്കുക. ഇതാണ് നേർക്ക് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പുട്ട് ഓൾ എഫേർട്സ് ഓൺ വൺ സെലക്റ്റഡ് സെഗ്മെൻറ്റ് ഉള്ളി. ഇതൊരു സ്ട്രാറ്റജിയാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ. അങ്ങനെ ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിനെ, നമ്മൾ ഏത് മാർക്കറ്റാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ആ സെലക്ടിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. സോ ദി പ്രോസസ് ഓഫ് സെലക്ടിങ് ടാർഗറ്റ് മാർക്കറ്റ് ഈസ് കാൾഡ് ടാർഗറ്റിംഗ്. ഇതാണ് സിമ്പിളായിട്ട് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിന് അനുയോജ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വില, പ്രൈസ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്താണ് പ്ലാൻ ചെയ്യും. ഓക്കെ, സോ ഇതാണ് ടാർഗറ്റ്, സിമ്പിളായിട്ട് ടാർഗറ്റ് മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അസസിങ് ദി റിലേറ്റീവ് വർത്ത് ഓഫ് ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ് ആൻഡ് സെലക്ടിങ് വൺ ഓർ മോർ സെഗ്മെൻറ്റ് ഇൻ വിച്ച് ടു കോമ്പീറ്റ്. നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ സെലക്ട് ചെയ്യാം. ദിസ് ബിക്കം ദി ടാർഗറ്റ് സെഗ്മെൻറ്റ്. ഓക്കെ, ദെൻ ടാർഗറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. പ്രധാനമായിട്ടും 3 രീതികൾ പറയുന്നുണ്ട്. ടോട്ടൽ മാർക്കറ്റ് അപ്രോച്ച്, കോൺസെൻട്രേഷൻ അപ്രോച്ച്, പിന്നെ മൾട്ടി സെഗ്മെൻറ്റ് അപ്രോച്ച്. ടോട്ടൽ മാർക്കറ്റ് അപ്രോച്ച് വളരെ സിമ്പിളാണ്. എൻറ്റയർ മാർക്കറ്റ് ഫോർ വൺ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഇതാണ് ടോട്ടൽ മാർക്കറ്റ് അപ്രോച്ച്. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, സിംഗിൾ മാർക്കറ്റ് സെഗ്മെൻറ്റ് ടു എ സിംഗിൾ മാർക്കറ്റിംഗ് മിക്സ്. മൾട്ടി സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 or more സെഗ്മെൻറ്റ് ബൈ ഡെവലപ്പിംഗ് എ മാർക്കറ്റിംഗ് മിക്സ് ഫോർ ഈച്ച് സെഗ്മെൻറ്റ്. ഓക്കെ, സോ 3 തരത്തിലുള്ള, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ദെൻ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ ടാർഗറ്റ് മാർക്കറ്റിംഗ്? മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ് ഒന്നാമത്തത്. ദെൻ സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് ടാർഗറ്റിംഗ്, ദെൻ ഡിസൈനിങ് ദി മാർക്കറ്റിംഗ് മിക്സ്, ദെൻ പ്രൊഡക്റ്റ് പൊസിഷനിങ്. ദെൻ വാട്ട് ഈസ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നാണ്. പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയണമെങ്കിൽ കോട്ട്ലർ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പൊസിഷനിങ് ഈസ് ദി ആക്ട് ഓഫ് ഡിസൈനിങ് ദി കമ്പനീസ് ഓഫർ ആൻഡ് ഇമേജ് so that it occupies a distinct and valued place in the target consumer's mind. കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു സ്ഥാനം ഉറപ്പിക്കുന്ന പ്രോസസ്സാണ്. ക്രിയേറ്റിംഗ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്ലേസ് ഇൻ ദി മൈൻഡ് ഓഫ് കൺസ്യൂമർ. അതാണ് യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തെല്ലാമാണ് നമുക്കിതിൻ്റെ സ്റ്റെപ്പായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഒന്ന്, identifying potential competitive advantages. Second, identify the competitor's position. അത് മനസ്സിലാക്കുക. Choosing the right competitive advantage, communicating the competitive advantage, monitoring the positioning strategy. ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് പൊസിഷൻ്റെ 5 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതൊന്ന് ഓർഡറിൽ എഴുതി വെച്ചാൽ മാത്രം മതി. ദെൻ വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഓഫ് പൊസിഷനിങ്? പ്രധാനപ്പെട്ട അതിൻ്റെ എലമെൻറ്റ്സ്, ഒന്ന് പ്രൊഡക്റ്റാണ്, മറ്റൊന്ന് കമ്പനി, ദെൻ കോമ്പറ്റീറ്റേഴ്സ്, ദെൻ കൺസ്യൂമർ. ഈ 4 കാര്യങ്ങളാണ് പൊസിഷനിങ് എലമെൻറ്റ്സ്. ഓക്കെ, ദെൻ ടെക്നിക്സ് ഓഫ് പ്രൊഡക്റ്റ് പൊസിഷനിങ്. ഒരുപാട് ടെക്നിക്കുകൾ ഈ എന്താണ് പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. അതിലൊന്നാണ് എന്താണ്, പൊസിഷൻ ബൈ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ദി കമ്പനീസ് ദാറ്റ് ഹാവ് ബിക്കം എ ടൈഡ് ആൻഡ് ട്രസ്റ്റഡ് ഹൗസ് ഹോൾഡ് നെയിം. നല്ലൊരു പേര് അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ടാറ്റ, സോണി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞതാണ്. അപ്പോൾ അതാണ് ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പൊസിഷനിങ് ബൈ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റേഴ്സ് യൂസ് ദി നെയിം ഓഫ് കമ്പനീസ് പവർഫുൾ ബ്രാൻഡ്സ് ഫോർ ലൈൻ എക്സ്റ്റൻഷൻ. ഇപ്പോൾ ഈ ലൈന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡക്റ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യാണ്, ആ കമ്പനിയുടെ ബ്രാൻഡ് ഉപയോഗിച്ചിട്ട് അത് എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ പൊസിഷനിങ് ബൈ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ് എന്നാണ് മറ്റൊന്ന് വേണ്ടത്. ആട്രിബ്യൂട്ട്സ്
ആൻഡ് ബെനിഫിറ്റ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ് എംഫസിസ് ദി സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദി പ്രോഡക്റ്റ്. എന്താണ് അതിനുള്ള സവിശേഷത എന്ന് പറഞ്ഞാണ്ട് നമ്മളെന്താണ് ബ്രാൻഡിൻ്റെ അതിനെ പൊസിഷൻ ചെയ്യുക കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ. ഓക്കെ, ഇപ്പോൾ ക്ലോസപ്പ് എന്താണ് ഈസ് പൊസിഷൻഡ് ഓൺ ഫ്രഷ് ബ്രീത്ത് എന്നാണ് പറഞ്ഞത്. ആ രീതിയിലൊക്കെ എന്താണ് അതിൻ്റെ ഒരു സവിശേഷത പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊസിഷൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, മറ്റൊന്ന് പൊസിഷൻ ബൈ യൂസ്, ഒക്കേഷൻ ആൻഡ് ടൈം. അപ്പോൾ ഇതിൽ വന്ന് ഇറ്റ് ഈസ് ടു ഫൈൻഡ് ആൻ ഒക്കേഷൻ ഓർ ടൈം ഓഫ് യൂസ് ആൻഡ് സിറ്റ് ഓൺ ഇറ്റ് എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് ചില സാഹചര്യങ്ങൾ, ചില അവസരങ്ങൾ അല്ലെങ്കിൽ ചില സമയങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ വിക്സ് വേപ്പൂരം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് രാത്രി കാലങ്ങളിൽ എന്താണ് ഇപ്പോൾ ജലദോഷമോ പനിയൊക്കെ വരികയാണെങ്കിൽ ഒന്ന് വിക്സ് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു സമയമൊക്കെയാണ് പറയുന്നത്. അതാണ് ഇവിടെ എന്താണ് പൊസിഷൻ ബൈ യൂസ്, ഒക്കേഷൻ ആൻഡ് ടൈം. ടൈം, അവസരം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കെന്താണ് ഇത് പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റും. അതൊരു സ്ട്രാറ്റജി. മറ്റൊന്ന് പൊസിഷൻ ബൈ പ്രൈസ് ആൻഡ് ക്വാളിറ്റി. അപ്പോൾ പ്രൈസും ക്വാളിറ്റിയും പറഞ്ഞുകൊണ്ട് കമ്പനി പൊസിഷൻ ഈസ് ബ്രാൻഡ് ബൈ എംഫസിസിങ് ഈസ് പ്രൈസ് ആൻഡ് ക്വാളിറ്റി. ഇപ്പോൾ നിർമ്മ ഡിറ്റർജൻറ്റ് പൗഡർ, ഇപ്പോൾ നിർമ്മ സോപ്പിനൊക്കെ പൊതുവെ എന്താണ് വില കുറവായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ്, അത് പിന്നെ ക്വാളിറ്റിയൊക്കെ, നിർമ്മ എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് നല്ല രീതിയിൽ എന്താണ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ പതിഞ്ഞൊരു പ്രൊഡക്റ്റാണ്. ദെൻ പൊസിഷൻ ബൈ പ്രൊഡക്റ്റ് കാറ്റഗറി. ഈ കാറ്റഗറിയിൽ പറയുന്നത് എന്താ വെച്ചാൽ ബ്രാൻഡ് ഈസ് പെർസീവ്ഡ് ടു ബി അനദർ പ്രൊഡക്റ്റ് കാറ്റഗറി. എക്സാമ്പിൾ, മാരുതി പൊസിഷനിങ്സ് വാൻ ആസ് ഓംനി ഫാമിലി കാർ. അപ്പോൾ ഇങ്ങനെ കാറ്റഗറി ആക്കി തിരിച്ചുകൊണ്ട് നമുക്കെന്താണ് പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റും. മാരുതിയൊക്കെ അങ്ങനെയാണ്, അവർ പൊസിഷൻ ചെയ്ത ഒന്ന് അവിടെ ഓംനി വാൻ ഇറക്കി, ദെൻ ഫാമിലി കാർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ രീതിയിലൊക്കെ എന്താണ് പ്രൊഡക്റ്റിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് എന്താണ് ഉപഭോക്താവിൻ്റെ മനസ്സിൽ ഇടം പിടിക്കുക. ഓക്കെ, ദെൻ പൊസിഷൻ ബൈ പ്രൊഡക്റ്റ് യൂസർ. പ്രൊഡക്റ്റ് യൂസർ ഇവിടെ പറയുന്നത് വെച്ചാൽ പൊസിഷനിങ് ദി പ്രൊഡക്റ്റ് ആസ് ആൻ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് ഫോർ എ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത് പർട്ടിക്കുലർ ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ് അവരെ ആ രീതിയിൽ എടുത്തുകൊണ്ടാണ്. അപ്പോൾ സ്കൂട്ടി ആസ് എ 2 വീലർ ഫോർ ടീനേജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് യൂസേഴ്സ് എന്നുള്ള ഗണത്തിൽ പെടുത്തിയിട്ടാണ് നമ്മളതാണ് പൊസിഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്കൂട്ടി ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാമെന്നുള്ള, ഇപ്പോൾ ടീനേജേഴ്സ് എന്നുള്ള മാത്രമല്ല, ഇപ്പോൾ കുറച്ച് വയസ്സ് കൂടിയ ആളുകൾക്കും നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു വെഹിക്കിളാണ് എന്താണ് സ്കൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ യൂസ് ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റും. അതൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതൊന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.